നൽകി ആ വിധത്തിൽ നിങ്ങളുടെ മധ്യത്തിൽ ഒരിക്കൽ കൂടെ അല്പസമയം ദൈവജനം ശുശ്രൂഷിപ്പാൻ ലഭിച്ച എല്ലാ നല്ല സാഹചര്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ സ്നേഹവന്ദനം പ്രത്യാല് പ്രാരംഭമായി നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ ഉത്തമഗീതം ബുക്ക് എഴുതി കഴിഞ്ഞു. അതിന്റെ കോപ്പികൾ അടുത്ത ആഴ്ച കിട്ടുമായിരിക്കും. ബിഷപ്പ് തോമസ് എബ്രഹാം തിരുവല്ലയിലെ ബിഷപ്പാണ് അതിനകത്ത് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ അഭിനന്ദിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പിന്നീട് അറിയിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കാൻ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമുക്ക് ദൈവജന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഒട്ടും സമയം കളയാതെ എനിക്ക് ലഭിച്ച സമയം ഞാനങ്ങ് വിനിയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്നവർക്ക് ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങൾക്കറിയാം, ഞാനൊരു പ്രവചന പ്രാസംഗ്യനാണ്. അതായത് വേദപുസ്തകത്തിലെ പ്രവചനങ്ങളെ ആധാരമാക്കി ധാരാളം മെസ്സേജുകള് പബ്ലിക് മീറ്റിങ്ങുകൾക്കും പൊതു ജനങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവമക്കളുള്ള ബന്ധത്തിലും ആ വിധത്തിൽ പരിശോധിക്കാൻ, ദൈവജനം പരിശോധിക്കാൻ വളരെ കൃപ ദൈവം തന്നിട്ടുണ്ട്. ഞാന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവം എന്നെ ആ വിധത്തിൽ ഒരുക്കിയെടുത്തതാണ് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ബൈബിളിലെ പ്രവചനങ്ങളിൽ ഒരു പ്രത്യേക താല്പര്യം 74 രക്ഷിക്കപ്പെട്ട നാള് തൊട്ട് എനിക്ക് ദൈവം തന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനൊരു വേദവിദ്യാർത്ഥിയാണ് ഈ വിഷയത്തിന്റെ. അത് അനേകർക്ക് അനുഗ്രഹമായി ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി. ഞാൻ പ്രവചന വിഷയങ്ങളിൽ ഒരു കാര്യം, ആനുകാലിക സംഭവങ്ങളോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. എന്നാൽ ഒരു വിഷയം ഞാൻ അടർത്തിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചരിത്രത്തിൽ ഇനിയും നടക്കേണ്ടത് ഉൽപ്രാവണം എന്ന വിഷയമാണ്. അതായത് നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരികയും തന്റെ ജനത്തെ ചേർക്കുകയും ചെയ്യും. ഞാൻ ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് ശുശ്രൂഷിക്കാൻ പോകുന്നത്. എന്നാൽ ഇത് ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായ ഒരു ചിന്താകുലം എന്റെ ചിന്താമണ്ഡലത്തെ ബാധിക്കുകയും ഞാൻ അതിന് തിരുവചന വെളിച്ചത്തിൽ ഒരു പരിശോധന നടത്തുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് ഈ ദൂതി ഞാൻ നൽകുന്നത്. ഞാൻ പ്രാരംഭമായത് ഓർപ്പിച്ചുകൊള്ളട്ടെ. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കടന്നു വരുമ്പോൾ പുതിയ നിയമസഭയുടെ ആദ്യത്തെ 30 വർഷത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ആദ്യത്തെ 30 വർഷത്തിന്റെ ചരിത്രം അവിടെ കാണും. അപ്പോസ്തലന്മാരുടെ കാലത്ത് സഭ എങ്ങനെയായിരുന്നു എന്ന് ആ പുസ്തകം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന്റെ ശേഷമുള്ള ചരിത്രം നിങ്ങൾ എന്നോട് സമ്മതിച്ചാൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ 2-3 അധ്യായത്തിൽ 7 സഭകളുടെ ദൂത് കൊടുക്കുന്നു കർത്താവ്. ഈ 7 സഭകളുടെ ദൂത് ഈ 30 വർഷം കഴിഞ്ഞ് ഉൽപ്രാവണം വരെയുള്ള ചരിത്രം ആ 7 ലേഖനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ സഭയുടെ ആരംഭം തുടങ്ങി 30 വർഷത്തിന്റെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തികളിലും തുടർന്നുള്ള ചരിത്രം ഉൽപ്രാവണം വരെ ഈ 7 സഭകൾക്ക് കൊടുത്ത ദൂതിലൂടെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്. അതിലേക്കൊന്നും നമുക്ക് പോകാനായിട്ട് സമയം അനുവദിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യം മാത്രം ഞാൻ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ, നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം അന്തരിക്കുന്നു. എന്താന്ന് ചോദിച്ചാൽ, ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്ന ആദിമ സഭയും ഇന്നത്തെ സഭയും തമ്മിൽ വലിയ അന്തരമുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? 1-ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ഈ ആദ്യത്തെ 30 വർഷത്തിന്റെ സഭാ ചരിത്രവും ഇന്നത്തെ ചരിത്രവും തമ്മിൽ വലിയ അന്തരമുണ്ട്. എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് ഒരു ചിന്ത എന്നെ ഭരിക്കുകയുണ്ടായി. നമ്മൾ നോക്കിയാൽ ഇന്ന് സഭ പൊതുവെ ഒരു മന്ദോഷ്ണ സ്ഥിതിയിലേക്ക് കടന്നുപോയി. ലൗദിക്ക സഭ കാരണം എന്ന് പറഞ്ഞാൽ അതാണ് ശീതമാനമല്ല ഉഷ്ണമാനമല്ലാത്തൊരു സാഹചര്യം. എന്നാൽ നോക്കുക, സഭ അതിന്റെ അവസാന കാലഘട്ടം, ചരിത്രത്തിന്റെ അവസാനത്തിലേക്ക് വന്നപ്പോൾ ഒരു മന്ദോഷ്ണ സ്ഥിതിയിലേക്ക് സഭ മാറുന്നത് ചരിത്രത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അനുഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ 1-ാം നൂറ്റാണ്ടിന്റെ ചരിത്രം, ആദ്യത്തെ 30 വർഷത്തിന്റെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു പ്രത്യേക വാക്ക് ആവർത്തിക്കപ്പെട്ടത് കാണും. ഞാൻ ആ വാക്ക് ഏതാനും വാക്യങ്ങളിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ഒരു പ്രസംഗത്തെക്കാളുപരി ഒരു പഠനമായിക്കോട്ടെ എന്ന് ഞാൻ കരുതി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ 46-ാം വാക്യം നോക്കിക്കോട്ടെ.
ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. അവിടെ ഒരു വാക്കുണ്ട്, ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വന്നു. ദിനം പ്രതി ഇംഗ്ലീഷിൽ വായിച്ചാൽ and the Lord, അവിടെ വായിക്കുന്നത് so continuing daily with one accord, അവരെല്ലാ ദിവസവും അവിടെ കൂടി വരികയാണ്. എല്ലാ ദിവസവും ഇടയ്ക്കൊന്നും കൂടി വരികയല്ല. they were gathering daily, they met each other daily. എല്ലാ ദിവസവും അവർ കൂടി വന്നു. മാത്രമല്ല അവരങ്ങനെ കൂടി വരാൻ അവർക്ക് ഇഷ്ടമായിരുന്നു. they were happy in that company. ആ കൂടിവരവിൽ അവർ ഒന്നിച്ചു ഭക്ഷിക്കുകയും സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ 47-ാം വാക്യം നോക്കിയാട്ടെ. അവിടെ വായിക്കുന്നു, വീട്ടിൽ അപ്പം നുറുക്കുകയും ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കാൻ ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അവിടെ ആ വാക്ക് നോക്കിയാട്ടെ, and the Lord added to the church daily those who were being saved. എല്ലാ ദിവസവും ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണോ വാക്ക്? ദിനം പ്രതി അവർ ദേവാലയത്തിൽ കൂടി വന്നു. ദിനം പ്രതി ആളുകൾ രക്ഷിക്കപ്പെട്ടു. ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. നോക്കുക, ഇന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കട്ടെ. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഈ വാക്ക് ഈ ആദിമ സഭയിൽ ആവർത്തിക്കപ്പെടുന്നു. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ, മറ്റു വിധത്തിൽ പറഞ്ഞാൽ വിധവമാരെ ടേക്കിംഗ് കെയർ ഓഫ് ഡെയിലി, ദിനം പ്രതി അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അനാഥർക്കും വിധവമാർക്കും ഡെയിലി അവർ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. വീണ്ടും നോക്കാം, 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നോക്കിയാട്ടെ. 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, 17-11. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അവിടെ വായിക്കുന്നത് എന്താ? ആൻഡ് സെർച്ച് ദ സ്ക്രിപ്ചേഴ്സ് ഡെയിലി. എല്ലാ ദിവസവും വചനം പരിശോധിച്ചുകൊണ്ടിരുന്നു. ഇതിന്റെ ഫലം എന്താണ്? 16-ാം അധ്യായം നോക്കിയാട്ടെ. 16-ാം അധ്യായം 16-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നോക്കിയാട്ടെ. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. വാക്കുണ്ടോ? So the church were strengthened and increased in number daily. എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, 1-ാം നൂറ്റാണ്ടിന്റെ സഭയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പദം ആവർത്തിക്കുന്നു, ഡെയിലി. ഡെയിലി അവരൊന്നിച്ചുകൂടി, ഡെയിലി അവര് ഒന്നിച്ചു ഭക്ഷിച്ചു, ഡെയിലി അവര് ദൈവത്തെ മഹത്വപ്പെടുത്തി, ഡെയിലി അവര് ആവശ്യമുള്ള ദിനം പ്രതി ആവശ്യമുള്ളവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു, ഡെയിലി അവർ ദൈവജനം പരിശോധിച്ചുകൊണ്ടിരുന്നു, ഡെയിലി ദൈവസഭയെ സ്ട്രെങ്തൻ ചെയ്ത് അവർ ശക്തിപ്പെട്ട് ദിനംതോറും സഭയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഓർത്തു, സ്വർഗത്തിൽ കണ്ടിന്യൂസ് സന്തോഷമുള്ളൊരു സമയമായിരുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു പാവി ഇവിടെ രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൈവദൂതന്മാരുടെ മധ്യത്തിൽ സന്തോഷമുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു പാവി ഇവിടെ രക്ഷിക്കപ്പെടുന്നു. ഡെയിലി പീപ്പിൾ വെർ സേവ്ഡ്. എല്ലാ ദിവസവും ആളുകൾ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ എല്ലാ ദിവസവും സന്തോഷമാണ്. ദൂതന്മാർക്ക് എന്നും സന്തോഷമാണ്. സ്വർഗത്തിൽ എന്നും സന്തോഷമാണ്. ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഞാന് ചിലയിടത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില സഭകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ചോദിക്കാറുണ്ട്, ബ്രദറെ ഇവിടെ രക്ഷിക്കപ്പെട്ട് പുതുതായിട്ട് ആളുകൾ വന്നിട്ട് എത്ര നാളായി? ബ്രദറെ 10 വർഷമായി, 15 വർഷമായി, 20 വർഷമായി, ആരും പുതുതായിട്ടില്ല. അന്ന് മിഷണറിമാർ വന്നപ്പോഴൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നാൽ പിന്നെ ആരും വരുന്നില്ല. വൈ? എന്താണ് അതിന്റെ കാരണം? കഴിഞ്ഞ 10 വർഷമായി, കഴിഞ്ഞ 30 വർഷമായി ഒരാളും രക്ഷിക്കപ്പെട്ടു വരുന്നില്ല. എന്നാൽ 1-ാം നൂറ്റാണ്ടിന്റെ സഭയിൽ എല്ലാ ദിവസവും ആളുകൾ രക്ഷിക്കപ്പെട്ടു വന്നു. ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ വ്യത്യാസം? എന്താണ് ഇതിന്റെ കാരണം? വൈ ദിസ് ഡിഫറൻസ്? ഇത് നമ്മൾ തിരുവനന്തപുരത്തിലൂടെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ,
ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഇത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നോക്കുക, ഞാനിത് പഠിച്ചപ്പോൾ ഒരു കാര്യം ഓർത്തു. വിതിൻ 30 years, 30 വർഷത്തിനുള്ളിൽ അന്ന് അറിയപ്പെട്ട സകല ലോകത്തിലും സുവിശേഷം അറിയിച്ച് അറിയപ്പെട്ട എല്ലാ ലോകത്തിലും പുതിയ പുതിയ സഭകൾ അവർ സ്ഥാപിച്ചു. The gospel has spread to the corners within 30 years. ഇന്ത്യയിൽ സുവിശേഷം വന്നിട്ട് 2000 വർഷമായി. എന്തുകൊണ്ടാണ് കേരളത്തിൽ പോലും ഇന്ന് സുവിശേഷം ചെല്ലാത്ത ഇടമുണ്ട്? ഇന്ത്യയിൽ പലയിടത്തും ചെന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ ചോദിക്കും, ആരായ യേശു എന്ന് ചോദിക്കും. എന്നാൽ അവർക്ക് 30 വർഷത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ നിർവഹിപ്പാൻ അവർക്ക് സാധിച്ചു. സുവിശേഷം എല്ലായിടത്തും എത്തിച്ചു. എന്തുകൊണ്ടാണ് അവരെല്ലാ ദിവസവും സഭയിൽ കൂടി വന്നത്? എന്തുകൊണ്ടാണ് അവർ എല്ലാ ദിവസവും ഇങ്ങനെ കണ്ട് ഒന്നിച്ചു ഭക്ഷിച്ച് സന്തോഷിച്ചത്? ഇന്ന് ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ, കൊറോണയുടെ കാലത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വിശ്വാസികളെ കാണണമെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ വരും, അല്ലെങ്കിൽ ഞായറാഴ്ച യോഗത്തിന് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറിയ പങ്കാളികളെ കാണാനില്ല. ക്ഷമിക്കണം, ഞാനൊരു വാക്ക് ഉപയോഗിച്ചാൽ ക്ഷമിക്കണം. അതല്ല 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരുടെ ജീവിതം. ഇന്നത്തെ കാലത്തെ കുറിച്ച് ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ദേ ആർ ടൂറിസ്റ്റ് ബിലീവേഴ്സ്. ക്ഷമിക്കണമെന്ന് ഞാനതാ പറഞ്ഞത്. അവര് ഒരു ദൈവദാസൻ പറഞ്ഞു, ദേ ആർ ടൂറിസ്റ്റ് ബിലീവേഴ്സ്. എന്നാന്ന് ചോദിച്ചാൽ, ടൂറിസ്റ്റുകൾ വരുന്ന പോലെ ഞായറാഴ്ച വന്നിട്ട് പോകും, നത്തിങ് മോർ. They don't have any commitment to the church. They don't have any commitment to the Lord. കർത്താവിനോട് അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ല, സഭയോട് അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ല. ടൂറിസ്റ്റുകൾ വരുന്ന പോലെ ഞായറാഴ്ച വന്നിട്ട് അവർ കടന്നു പോവുകയാണ്. That was not the story of the beginning of the church. സഭയുടെ ആരംഭത്തിൽ അതല്ലായിരുന്നു ചരിത്രം. സഭയുടെ ആരംഭത്തിൽ അപ്പോസ്തലപ്രവൃത്തികളിൽ ആവർത്തിച്ച് നമ്മൾ വായിച്ചു, ദിനംപ്രതി ദിനംപ്രതി ദിനംപ്രതി, ഡെയിലി. നോക്കുക, വിധവമാരെയും ആശയത്തവരെയും ഒക്കെ they were taking care daily. ഞാനിവിടെ നിന്ന് രാവിലെയും ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ ഓർത്തു, ഈ സുനാമി വന്നപ്പോഴും ഈ കൊറോണ വന്നപ്പോഴൊക്കെ നമ്മൾ ചർച്ചസ്, ഇപ്പോഴ് നമ്മൾ വാട്സപ്പിലും TV ന്യൂസിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, ചില ചർച്ചസൊക്കെ ഈ കൊറോണ സമയത്തും ഈ സുനാമി സംഭവിച്ച സമയത്തൊക്കെ കിറ്റുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുക. അത് വലിയ സംഭവമായിട്ട് അത് വാട്സപ്പിലും അതുപോലെ തന്നെ ഈ TV-യിലൊക്കെ കാണിക്കുകയാണ്. That was not the case in the beginning. സഭയുടെ ആരംഭകാലത്തിൽ അങ്ങനെയല്ല. They were taking care of these widows and fatherless daily. That was their life. അവരുടെ ജീവൻ അതായിരുന്നു, അവരുടെ ജീവിത രീതി അതായിരുന്നു. ഇന്ന് ഒരിക്കലൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവമായി വാർത്തകളാകുകയാണ്. അവിടെ നിൽക്കട്ടെ, ഞാൻ ഇത്രയും സംസാരിച്ചെന്തിനാന്ന് ചോദിച്ചാൽ, ഐ ജസ്റ്റ് വാണ്ട് ടു പോയിന്റ് ഔട്ട് ടു ഡിയർ വൺസ്, എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ചൂണ്ടിക്കാണിക്കണം, there was definitely a change between the first century church and the present church. 1-ാം നൂറ്റാണ്ടിന്റെ സഭയും അല്ലെങ്കിൽ അപ്പോസ്തലപ്രവൃത്തികളിൽ വായിക്കുന്ന 30 വർഷത്തിന്റെ ചരിത്രത്തിന്റെ സഭയും ഇന്നത്തെ സഭയുമായിട്ട് എൻറ്റയർലി ഡിഫറെന്റ് സ്റ്റോറിയാണ്. എന്താണ് ഇതിന്റെ കാരണം? എന്റെ ഹൃദയത്തിലെ ഒരു ചോദ്യമായിരുന്നു, ഇതിനൊരു മറുപടി കണ്ടുപിടിക്കും. ദൈവത്തോട് ഈ കാര്യങ്ങൾ ഇരുന്ന് ധ്യാനിക്കുകയും പഠിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എന്നോട് ശക്തമായി ദൈവം സംസാരിച്ചൊരു ദൂതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കാം. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഈ പറയാൻ പോകുന്നത് ഏതാണ്ട് സത്യമാണ്, അല്ലെങ്കിൽ and that is the reason, അതാണ് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറയട്ടെ, ഈ 1-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടിന്റെ സഭയും ഇന്നത്തെ സഭയുമായിട്ട് ഇത്രയും വ്യത്യാസം കാണാൻ ഒരു കാരണമുണ്ട്. അതിന്റെ കാരണം, they believed something different from us. നമ്മളിൽ നിന്ന് എന്തോ വ്യത്യസ്തമായിട്ട് അവര് വിശ്വസിച്ചു. ഞാൻ ഡോക്ട്രിൻ ടോപ്പിക്, അതായത് ഉപദേശ വിഷയങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ഉപദേശ വിഷയങ്ങളുള്ള ബന്ധത്തിൽ ഇത്ര പ്രാധാന്യ ദൈവം കൊടുത്ത് സൗണ്ട് ഡോക്ട്രിൻ, പത്യവചനം വിശ്വസിക്കണമെന്ന് ദൈവം നിർബന്ധമായി പുതിയ നിയമത്തിൽ ആവശ്യപ്പെടുന്നതിന്റെ ഒരു കാരണമുണ്ട്. പത്യവചനം എന്ന മലയാളത്തില്, ഇംഗ്ലീഷിൽ വായിച്ചാൽ സൗണ്ട് ഡോക്ട്രിൻ, ശരിയായ ആരോഗ്യപരമായ വിശ്വാസ പ്രമാണം.
എന്തിനാ അത് അങ്ങനെ ദൈവം നിർബന്ധം പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുകയുണ്ടായി, വാട്ട് യു ബിലീവ് ഡിറ്റർമൈൻസ് ഹൗ യു ബിഹേവ്. വാട്ട് യു ബിലീവ് ഡിറ്റർമൈൻസ് ഹൗ യു ബിഹേവ്. ഞാൻ അതിന്റെ മലയാളം പറയാം, പക്ഷെ ഒന്നുകൂടി ഇംഗ്ലീഷിൽ പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ അതൊന്ന് ആഴ്ന്നിറങ്ങട്ടെ. വാട്ട് യു ബിലീവ് ഡിറ്റർമൈൻസ് ഹൗ യു ബിഹേവ്. നിങ്ങളെ എന്ത് വിശ്വസിക്കുന്നോ അതിനെ ആസ്പദമാക്കി നിങ്ങൾ പ്രവർത്തിക്കും. ഞാന് ചരിത്രത്തിൽ വലിയ തൽപരനാണ്. നിങ്ങൾക്കറിയാം, സെക്കൻഡ് വേൾഡ് വാറില് ഒരു വലിയ സംഭവം ഉണ്ടായി. ഞാന് സിംഗപ്പൂരില് ശുശ്രൂഷിക്കാൻ പോയപ്പോൾ, എന്നെ ക്ഷണിച്ചിട്ട് പോയതാണ്. സിംഗപ്പൂരിൽ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് അവരുടെ ഒരു ക്യാമ്പ് മലേഷ്യയിലാണ്. അപ്പം ആ മലേഷ്യയിലോട്ട് കൊണ്ടുപോവാണ്, എന്നെയും കൊണ്ടുപോകാൻ ഒരു കാറിലാണ് എന്നെ കൊണ്ടുപോകുന്നത്. അവര് പ്രത്യേക ഒരു ഫാമിലിയുടെ കൂടെ കൊണ്ടുപോകാൻ എന്നെ ക്രമീകരിക്കും. ആ മലേഷ്യൻ ബ്രദറിന്റെ ചൈനീസ് ഒറിജിൻ ബിലീവേഴ്സ് ആണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ജാപ്പനീസ് ബിലീവറാണ്, അക്കിക്കോ, ഒരു ജാപ്പനീസ് ബിലീവറാണ്. ഞങ്ങളിങ്ങനെ ദൂരയൂത്ത് യാത്ര ചെയ്ത് പോകണം. ആ സഹോദരി ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഫാദറൊക്കെ നിരീശ്വരന്മാരാണ്. അപ്പം കാര്യങ്ങളൊക്കെ ഈ സഹോദരൻ രക്ഷിക്കപ്പെട്ടു വന്നു. ഞാൻ കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സെക്കൻഡ് വേൾഡ് വാറിന്റെ ശേഷം ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് അമേരിക്കൻസ് വർഷിപ്പിച്ച ശേഷം എംപറർ, അതായത് അവരുടെ ചക്രവർത്തി പരസ്യമായി പ്രഖ്യാപിച്ചു, ഞാൻ ദൈവമല്ല. അന്ന് അത് കേട്ട പലരും നിരീശ്വരന്മാരായി. എന്താ കാരണമെന്നറിയാമോ? നിങ്ങളിൽ ചിലർക്കൊക്കെ അറിയാം, അന്നൊക്കെ അതായത് ജാപ്പനീസ് പൈലറ്റ്സ് ഉണ്ട്, കമിക്ക എന്നൊക്കെ എന്തോ ആ പേര് ഞാൻ മറന്നു. അവര് ഈ ബോംബ് പിടിച്ചോണ്ട് ആ പ്ലെയിനിൽ നിന്ന് ചാടി കപ്പലിന്റെ ഒക്കെ ഫണലിനകത്തൂടെ ചാടി തന്നെത്താൻ പൊട്ടിത്തെറിക്കും. ടോർപിഡോ ഒക്കെ ഓടിച്ചു പോയി അത് പൊട്ടി അവരും മരിക്കും. എന്തിനാണെന്നറിയാമോ? അവര് ചക്രവർത്തിക്ക് വേണ്ടി മരിക്കുകയാണ്. എന്താ കാരണം? അവരുടെ ചക്രവർത്തി ദൈവത്തിന്റെ അവതാരമാണ്. ആ ദൈവത്തിന് വേണ്ടി മരിക്കാൻ അവർക്ക് ഒരു മടിയില്ല. ആ സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിലൊക്കെ ഇതാണ് ജപ്പാൻകാരെ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ട് തകർത്തപ്പോൾ ചക്രവർത്തി പരസ്യമായി പ്രസ്താവിച്ചു, ഐ എം നോട്ട് ഗോഡ്. അനേകർ നിരീശ്വരന്മാരായി. ഞാൻ എന്താ പറയാൻ വന്നതെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ജപ്പാനിലെ ആളുകൾ മരിക്കാൻ, ചക്രവർത്തിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായത്? അവരങ്ങനെ വിശ്വസിച്ചു. ചക്രവർത്തി ഒരു ദേവനാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ അവതാരമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അത് സംഭവിച്ചത്. എന്താണ് ഇന്നും ഭീകരവാദികൾ ബോംബ് കൊണ്ട് മരിക്കുന്നത്? അവര് മരിച്ചാൽ ഉടനെ സ്വർഗം കിട്ടും. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ലേ. They behave based on what you believe. ക്രിസ്ത്യഗോളത്തിൽ തന്നെ, ഞാനിപ്പോൾ ഒരു വിവാദത്തിനൊന്നും പോകുകയല്ല, ക്രിസ്ത്യഗോളത്തിൽ അത്ഭുതങ്ങളും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നടക്കുമ്പോൾ എന്താ അവരെങ്ങനെ ഇതിന് പുറകെ പോകുന്നത്? ദാറ്റ്സ് വാട്ട് ദേ ബിലീവ്. അവരത് വിശ്വസിക്കുന്നു. അവരത് വിശ്വസിക്കുന്നത് കൊണ്ട് അവരതിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്നു. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ശക്തമായി പറയുന്നു, വാട്ട് യു ഷുഡ് ബിലീവ് ഈസ് സൗണ്ട് ഡോക്ട്രിൻ, പഥ്യോപദേശം. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഞാൻ ഓർപ്പിച്ചു, ഈ എന്ത് വിശ്വസിക്കുന്നോ അതിനെ ആസ്പദമാക്കി നമ്മൾ ബിഹേവ് ചെയ്യും. അപ്പൊ ഈ 1-ാം നൂറ്റാണ്ടിന്റെ വിശുദ്ധന്മാരും ഇന്നുള്ള വിശുദ്ധന്മാരും തമ്മിൽ ഇത്ര വ്യത്യാസം വരാൻ കാരണം എന്നാ? അവര് നമ്മിൽ നിന്നൊരു വിഭിന്നമായ കാര്യം വിശ്വസിച്ചു. അതെന്താ ബ്രദർ എന്ന് ചോദിക്കും. പറയാം. 1-ാം നൂറ്റാണ്ടിന്റെ ഭക്തന്മാർ അന്യോന്യം കാണുമ്പോൾ അവരൊന്ന് അഭിസംബോധന ചെയ്യുമായിരുന്നു. ആ അഭിസംബോധന ചെയ്യുന്ന വാക്ക് എന്താണെന്നറിയാമോ? മാറാനാഥ. മാറാനാഥ. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കാണുമ്പോൾ എടുത്തു പറയുന്ന വാക്കാണ് മാറാനാഥ. മാറാനാഥ എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? ഓ ലോർഡ് കം, അല്ലയോ കർത്താവേ വരണേ, അല്ലയോ കർത്താവേ വരണേ. വിശുദ്ധന്മാർ തമ്മിൽ കണ്ടപ്പോൾ അവർക്ക് പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ, മാറാനാഥ, ഓ ലോർഡ് കം. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ കർത്താവ് പറഞ്ഞത് അറിയാമോ? മത്തായിയുടെ സുവിശേഷം 12:34 എന്താ കർത്താവ് പറഞ്ഞത്? ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ് പ്രസ്താവിക്കും. ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ് പ്രസ്താവിക്കും.
അവരുടെ ഹൃദയത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് അവരുടെ കർത്താവിന്റെ മടങ്ങിവരവാണ്. എന്താ കാരണം? അവരുടെ കർത്താവ് അവരോട് പറഞ്ഞു വെച്ചു പോയി, ഞാൻ നിങ്ങൾക്കൊരു ഭവനം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. അവരുടെ കർത്താവ് എപ്പം വേണേലും മടങ്ങി വരുമെന്ന് അവർക്കറിയാം. അവരുടെ കർത്താവ് പറഞ്ഞു കാത്തു നിൽക്കാൻ. അവർ കാത്തു നിൽക്കുകയാണ്. അവരുടെ കർത്താവ് എപ്പോൾ വേണേലും വരും. അതുകൊണ്ട് അവരുടെ ഏക ആശ്രയവും ആശയവും എന്താണെന്ന് ചോദിച്ചാൽ, കഷ്ടപ്പെടുന്നതിന് അവർ തയ്യാറാണ്. അവർക്കുള്ള പണം കൊടുക്കാൻ തയ്യാറാണ്. അവരെ അടികൾ കൊള്ളാൻ മരിക്കുവാൻ തയ്യാറാണ്. എന്താ കാരണം? അവർക്കറിയാം അവരുടെ കർത്താവ് വരും, വേഗം വരും. മാറാനാഥ, ഓ ലോർഡ് കം, അല്ലയോ കർത്താവെ വരണമേ. സദൃശവാക്യം 23:7 വാക്യം വായിക്കുമ്പോൾ, സദൃശവാക്യം 23 പല വാക്യങ്ങളും ഞാൻ വായിക്കാതെ കാണാതെ പറയുക. കാരണം എൻ്റെ മുന്നിലെ സമയം എനിക്കറിയാം. പറയുന്ന സമയത്ത് നിർത്തുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ഞാൻ. നോക്കുക, സദൃശവാക്യം 23:7 വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ കണക്ക് കൂട്ടുന്ന പോലെയാണ് എന്നാണ് മലയാളത്തിൽ. എന്നാൽ ഇംഗ്ലീഷിൽ for as a man thinketh in his heart so is he. For as a man thinketh in his heart so is he. നിന്റെ ഹൃദയത്തിൽ നീ എന്ത് ചിന്തിക്കുന്നോ നീ അതിന് അതുപോലെ. ഇത് തന്നെയാ നമ്മള് നേരത്തെ ചിന്തിച്ചത്. വാട്ട് യു ബിലീവ് ഡിറ്റർമൈൻസ് ഹൗ യു ബിഹേവ്. എന്റെ ഹൃദയത്തിന്റെ വിശ്വാസം എന്നിൽ പ്രതിഫലിക്കും. എന്റെ വ്യക്തിത്വം എന്റെ വിശ്വാസമാണ്. ഞാൻ വിശ്വസിക്കുന്നത് എന്നിൽ പ്രതിഫലിക്കും. അതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിന്റെ ഭക്തന്മാർ അന്യോന്യം കണ്ടപ്പോൾ മാറാനാഥ, ഓ ലോർഡ് കം, അല്ലയോ കർത്താവേ വരണേ എന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞതിന്റെ കാരണം അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അവരുടെ കർത്താവിന്റെ മടങ്ങി വരവാണ്. ഞാൻ ഇനി അല്പം കൂടെ കടന്നു പറയാം. ഞാൻ ഈ വിഷയം ഇരുന്ന് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആദ്യത്തെ 300 വർഷം വ്യക്തമായി പറഞ്ഞാൽ ഏതാണ്ട് AD 312 വരെ ആ സഭ, നമ്മുടെ സഭ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, അപ്പോസ്തലന്മാർ ഉൾപ്പെടെ അവർ വിശ്വസിച്ച എന്താണെന്നറിയാമോ? അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ കർത്താവ് മടങ്ങി വരും. They believed that the Lord will come back when they are alive. ചില തെളിവുകൾ ഞാൻ പറയാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7 തൊട്ടുള്ള വാക്യം. പുതിയ നിയമത്തിൽ ആദ്യം എഴുതപ്പെട്ട ലേഖനം യാക്കോബിന്റെ ലേഖനമാണെന്ന് കരുതപ്പെടുന്നു. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ക്ഷമയോടെ കാത്തിരിക്കാൻ പറയുമ്പോൾ ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്തു കഴിഞ്ഞു. 1 പത്രോസ് 4:7 പത്രോസ് രേഖപ്പെടുത്തി എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. എബ്രായ ലേഖനം പൗലോസ് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. 10-ാം അധ്യായത്തിൽ വരുമ്പോൾ 37-ാം വരുവാനുള്ളവൻ വരും, താമസിക്കില്ല. ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. അവരെ ആദ്യം ഇത് രേഖപ്പെടുത്തുമ്പോൾ, ഈ ലേഖനങ്ങൾ എഴുതുമ്പോൾ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് അവരുടെ കർത്താവ് എപ്പം വേണേലും വരും. ഒന്നുകൂടെ ഞാൻ കടന്നു പറയട്ടെ. കർത്തൃമേശ അവരെടുത്ത് കരങ്ങളിൽ ആചരിക്കുമ്പോൾ, അപ്പവീഞ്ഞുകൾ അവരെടുത്ത് കർത്താവിനെ ഓർക്കുമ്പോൾ അവരോട് കർത്താവ് എന്താ പറഞ്ഞത്? എന്റെ വരവ് വരെ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. They literally believed their Lord is going to come back very soon. അവരുടെ കർത്താവ് വേഗം വരുമെന്നുള്ളത് അവർ ചിന്തിച്ചു. എന്റെ സഹോദരന്മാരെ, അതിന്റെ പേരാണ് ഇമിനൻസ് ഓഫ് ലോർഡ്സ് കമ്മിങ്. കർത്താവ് എന്തുകൊണ്ടാണ് സഭയ്ക്ക് വെളിപ്പെടുത്താഞ്ഞത് അവൻ എപ്പോൾ വരുമെന്ന്? അതോ കർത്താവിന് പറയാനായിട്ട് കഴിയില്ലേ? കർത്താവിന് പറയാൻ കഴിയും. കർത്താവിന് അറിഞ്ഞുകൂടെ? കർത്താവിന് അറിയാം. ഞാൻ ആ ഭാഗത്തിലേക്ക് ഒന്നും പോകുന്നില്ല. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാനതൊക്കെ തെളിയിച്ചു തന്നെ. എന്തുകൊണ്ടാണ് കർത്താവ് നമുക്കത് വെളിപ്പെടുത്തി തരാഞ്ഞത്? കർത്താവ് വെളിപ്പെടുത്തി തരാഞ്ഞതിന്റെ കാരണം നമ്മോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. വാച്ച് ആൻഡ് പ്രേ. വാച്ച് ചെയ്യണം. നിങ്ങള് വാച്ച് ആൻഡ് പ്രേ. നിങ്ങളെ എനിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. 1-ാം നൂറ്റാണ്ടിന്റെ സഭ, ക്ഷമിക്കണം, മലയാള ബൈബിളിൽ അല്പം പിശക് വന്നുപോയി.
ഞാൻ ഇംഗ്ലീഷ് ബൈബിളിൽ ആ വാക്യം അതൊന്ന് അത്യാവശ്യമുള്ളത് ഓർപ്പിക്കാം. 3 വാക്യങ്ങൾ കാണിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നോക്കിയാട്ടെ. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരല്പ വിഭിന്നമാണ് ഇംഗ്ലീഷിൽ. 1-ാം അധ്യായത്തിന്റെ 1-ാം അതിനകത്ത് വലിയ ആശയമുണ്ടെന്നുള്ളൂടെ ഞാൻ പറയട്ടെ. അങ്ങനെ തന്നെ 3 ഭാഗത്ത് 3 വാക്യത്തിൽ ആ വ്യത്യാസം കാണുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയേ, ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ റെവലേഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഈഗർലി വെയിറ്റിംഗ്, അവന്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈഗർലി വെയിറ്റിംഗ്. വെയിറ്റിംഗ് എന്നും ഈഗർലി വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. മറ്റൊരു വാക്യം നോക്കിയേ, ഫിലിപ്പ് ലേഖനം 3:20. ഫിലിപ്പ് ലേഖനം 3:20. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നോക്കിയാട്ടെ. അവിടെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ രക്ഷിതാവ് വരുമെന്ന് നാം കാത്തിരിക്കുന്നു. കർത്താവ് വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അങ്ങനെയല്ല ഇംഗ്ലീഷിൽ. We also eagerly wait for the Savior or the Lord Jesus Christ. We also eagerly wait. നാം കാത്തിരിക്കുന്നു എന്നല്ല, നാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എബ്രായർ 9:28 ആ വാക്യത്തിലും അത് വിട്ടുപോയി. ഭാഷാന്തരത്തിൽ ഹീബ്രൂസ് ചാപ്റ്റർ 9:28 അവിടെ പറയുന്നത് എന്താണ്? ഇങ്ങനെയാണ് പറയുന്നത്: അനേകരുടെ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് those who eagerly wait for him. 3 ഭാഗത്തും ഈഗർലി വെയിറ്റിംഗ് എന്നാണ്. ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചോട്ടെ, ആ വിധത്തിൽ കാത്തു നിൽക്കുന്നവർക്ക് ഒരു പ്രത്യേക കിരീടം പ്രതിഫലമായി പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചോ? 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 7-8 വരെയുള്ള വാക്യം പൗലോസിന്റെ അവസാന നാളുകളോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തി. അതില് നീറോയുടെ വാളുകൊണ്ട് അറുക്കപ്പെടുന്നതിന് മുമ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്: ഞാൻ നല്ലപോർ പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവർക്കും. എന്നെ സൗരിസോന്മാരെ, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവർ, ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ സേവിയർ, അവർക്ക് പറഞ്ഞിരിക്കുന്ന കിരീടമാണ് നമ്മളിവിടെ വായിച്ചതുപോലെ. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവർക്കും നീതിയുടെ കിരീടം. You and me is going to get a special crown if we have that eagerness in our heart. നമ്മുടെ ഹൃദയത്തിലുണ്ടോ? നാം ജീവിക്കുന്നത് ലവോദിക്ക കാലയളവാണ്. ശീതമാനുമല്ല, ഉഷ്ണമാനുമല്ല. കർത്താവ് പറഞ്ഞ വാക്കോർക്കണം: നീ ശീതമാനോ ഉഷ്ണമാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്തൊരു പദമാണത്! എന്തു പറ്റി ഇത് മാറിപ്പോകാൻ? നമ്മൾ ഓർക്കണം. എനിക്ക് വിശദമായിട്ട് എടുക്കാതെ ഞാൻ അതിന്റെ കാതലായ സത്യങ്ങൾ മാത്രം പറഞ്ഞു പോകട്ടെ. നമ്മുടെ കർത്താവ് ഇതോടുള്ള ബന്ധത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഭാഗങ്ങൾ പരിശോധിച്ചാൽ ഏതാണ്ട് AD 312 7 സഭകളുടെ ദൂത്: എഫെസസ്, സ്മുർന, പെർഗമം. ഈ 3 സഭകൾ ഞാൻ പറഞ്ഞു. എഫെസോസ് തൊട്ട് ലവോദിക്ക വരെയുള്ള 7 സഭകളുടെ ദൂത് പഠിച്ചാൽ അത് പ്രൊഫറ്റിക്കൽ 7 സഭയുടെ ഘട്ടങ്ങളെ കാണാൻ കഴിയും. എഫെസോസ് കാലയളവ് സ്നേഹത്തിൽ തണുക്കുന്ന ആദ്യത്തെ കാലയളവ്. സ്മുർന കാലയളവ് അത് കഴിഞ്ഞിട്ട് AD 100 തൊട്ട് 312 വരെ റോമൻ ചക്രവർത്തിയുടെ പീഡയുണ്ടായ കാലഘട്ടമാണ്. 2-ാം അധ്യായത്തിന്റെ 8 തൊട്ടുള്ള വാക്യം: മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, ഞാനും മരിച്ചവനായിരുന്നു, ജീവിക്കുന്നു, വിശ്വസ്തനായിരിക്കുക, ജീവകിരീടം പ്രാപിക്കും. അവര് മരിക്കുന്ന സമയമായിരുന്നു, അവരെ കൊന്നൊടുക്കുകയായിരുന്നു. അവര് വളരെ കഷ്ടങ്ങൾ അനുഭവിച്ചു, ദാരിദ്ര്യം അനുഭവിച്ചു. അവരോട് പറഞ്ഞു, നീ ധനികനാണ്. അതിനുശേഷം 12-ാം വാക്യം വരുന്നു. പെർഗമോ സഭയ്ക്ക് ദൂത് എഴുതുകയാണ്. AD 312 തൊട്ട് 590 വരെയുള്ള ചരിത്രമാണ്. എന്തു സംഭവിച്ചു അവിടെ? പെർഗമോസിന്റെ സഭയുടെ ദൂതൻ എഴുതുക. കർത്താവ് പറഞ്ഞ വാക്കോർക്കണം: നീ എവിടെ പാർക്കുന്നെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളോടൊന്ന് ഞാൻ അറിയുന്നു. 13-ാം വാക്യം: നീ എവിടെ പാർക്കുന്നെന്ന് ഞാൻ അറിയുന്നു. എന്റെ സൗരീശ്വരന്മാരോട് പറയട്ടെ, എന്തു പറ്റി സഭയ്ക്ക്? സഭ പാർക്കാൻ തുടങ്ങി. I know where you dwelleth. So what was the church so far? They were pilgrims and strangers.
ഇന്ന് വരെ സഭ ലോകത്തിൽ അന്യന്മാരായിരുന്നു, പരദേശികളായിരുന്നു. അവരുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് അവർക്കറിയാം. അവിടെ നിന്ന് അവരുടെ കർത്താവ് വരും, അതിനുവേണ്ടി അവർ ഈഗർലി വെയിറ്റ് ചെയ്യുകയായിരുന്നു. They were eagerly waiting for the Lord. പക്ഷേ ഈ പെർഗമോസ് കാലഘട്ടം എന്ത് സംഭവിച്ചു? അതിന് 200 വർഷം മുമ്പ് ചരിത്രം നോക്കിയാൽ സഭയെ കൊന്നൊടുക്കി, അവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടി, അവരിവിടെ ദരിദ്രന്മാരായി കഷ്ടങ്ങൾ അനുഭവിച്ച് ജീവിച്ചു. പക്ഷേ AD 312 റോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ക്രിസ്ത്യാനിയായി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായി. നമ്മൾ ഓർക്കണം, സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം. ക്രിസ്തുവിനെ ക്രൂശിച്ച സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം. 200 വർഷം സഭയെ കൊന്നൊടുക്കിയ സാമ്രാജ്യം. ആ സാമ്രാജ്യം ഒരു ദിവസം ചക്രവർത്തി പ്രഖ്യാപിച്ചു, ഇനി ക്രിസ്ത്യാനിറ്റിയാണ്. സഭയ്ക്ക് സ്വത്തുകൾ തിരിച്ചു കൊടുത്തു, സ്ഥാനങ്ങൾ തിരിച്ചു കൊടുത്തു. ചക്രവർത്തി ക്രിസ്ത്യാനിയായി മാറി. സഭയ്ക്ക് വീടയൊക്കെ മാറി, സഭയ്ക്ക് സ്ഥാനങ്ങളും മാനങ്ങളും പള്ളികളും ഒക്കെ കിട്ടി. ആ സഭ ലോകത്തിൽ സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞ വാക്കാണ്, ഐ നോ വേർ യു ഡ്വെലത്ത്. അത് സാത്താന്റെ സിംഹാസനമുള്ളടമാണ്. AD 312 തൊട്ടുള്ള ചരിത്രമാണ്. അത് കഴിഞ്ഞിട്ടാണ് ത്വയഥേര കാലം വരുന്നത്. ത്വയഥേര കാലം ഏതാണ്ട് AD 590 തൊട്ട് 1517 വരെയുള്ള ചരിത്രമാണ്. 1517. നിങ്ങൾക്കറിയാമോ 1517 എന്താ സംഭവിച്ചെന്ന്? റിഫോർമേഷൻ, നവോത്ഥാനം സംഭവിക്കുന്ന 1517 500 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ലോകത്തിൽ അന്ന് ഒരു സഭയുള്ളൂ. അതുവരെ 1000 വർഷം, 1000 years സഭാ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ആ കാലഘട്ടത്തിന് പറയുന്ന പേരാണ് ഡാർക്ക് ഏജ്, അന്ധകാര യുഗം. എന്താ അന്ധകാര യുഗം? ദൈവവചനമില്ല, ദൈവവചനത്തിന്റെ പ്രവേശനമില്ല. ആ അന്ധകാര യുഗമായി മാറി. ആ അന്ധകാര യുഗത്തെ കാണിക്കുന്നതാണ് ത്വയഥേര കാലയളവ്. അന്ന് സംഭവിച്ച നിങ്ങൾക്കറിയാം. പോപ്പ് അർബൻ II 1095 നവംബർ 27 അദ്ദേഹം വാളെടുത്തുകൊണ്ട് യെരുശലേമിലേക്ക് പോകുവാൻ കൽപ്പന കൊടുത്തപ്പോൾ ക്രിസ്ത്യൻ ക്രൂസേഡേഴ്സ്, അതാണ് ചരിത്രത്തിൽ ക്രിസ്ത്യൻ ക്രൂസേഡേഴ്സ്, വാളും കൊണ്ട് പോവുകയാണ്. മാർച്ച് ചെയ്ത് അവിടെ സിനഗോഗിൽ പ്രാർത്ഥിക്കുന്നവരെ ചുട്ടരിച്ചും വാളുകൊണ്ട് കൊന്നും. ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ കറുത്ത അധ്യായം എന്ന് പറയുന്ന ഡാർക്ക് ആ ഹിസ്റ്ററി. എന്ത് പറ്റി സഭയ്ക്ക്? അവരുടെ പ്രത്യാശയൊക്കെ പോയി, കർത്താവ് എന്നുള്ള വിഷയമൊക്കെ പോയി. അവർക്ക് ഈ ലോകത്തിലൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്താൻ ശ്രമിക്കുക. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം അവരുടെ ആശയം പ്രത്യാശയൊക്കെ പോയി. 1-ാം നൂറ്റാണ്ടിൽ ആകെയുള്ളത് നമ്മുടെ കർത്താവ് മടങ്ങി വരും, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതിന്റെ നേരെ എതിരായി സഭയ്ക്ക് 1000 വർഷം അന്ധകാര യുഗത്തിൽ സംഭവിച്ച കാര്യം. ഞാനിത് ധ്യാനിച്ചപ്പോൾ ഓർത്തു, എന്തിനാണ് ഇങ്ങനെ വാളെടുത്ത് പോരാടിയത്? എടുക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം എടുത്താട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കെന്താ? വാളെടുക്കാൻ പറഞ്ഞോ? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം നോക്കിയാട്ടെ, വളരെ പ്രാധാന്യത അറിയിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 18:36. എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ എന്റെ ചേവകർ അവരോട് പോരാടും. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ലെന്ന് പറഞ്ഞു. My kingdom is not of this world. If it was of this world, they would have fought. അവർ വാളെടുത്തേനെ. എന്റെ രാജ്യം ഈ ലോകത്തിലേതല്ല, എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ വാളെടുത്തേനെ. എന്തിനാ വഴക്ക് പിടിക്കുന്നത്? എന്തിനാണ് പോരാടുന്നത്? ഇവിടെ പോരാടുവാനും വാളെടുക്കുവാനും ഇടയായിത്തീരുന്നതിന്റെ കാരണം ഇവിടെ അവര് രാജ്യം സ്ഥാപിക്കാനാ. ഞാൻ ചോദിച്ചോട്ടെ, മതങ്ങളെ നോക്കി, വാളെടുക്കുന്നവരെ എല്ലാം നോക്കി, അവരെന്തിനു വേണ്ടി ശ്രമിക്കുക? ഇവിടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്താൻ. ISISന്റെ ഒക്കെ ചിന്ത ഒന്നായിരുന്നു, ഇവിടെ സാമ്രാജ്യം ഉണ്ടാക്കാൻ. ക്രിസ്ത്യൻ സഭയുടെ, ക്രിസ്ത്യൻ ക്രൂസേഡിന്റെ ചരിത്രം നോക്കി, അവരുടെ ആഗ്രഹം ഇവിടെ സാമ്രാജ്യം കെട്ടിപ്പടുത്താന്. കർത്താവിന്റെ ഉപദേശം എന്താ? എന്റെ രാജ്യം ഐഹികമല്ല. My kingdom is not of this world. ഈ കിങ്ഡം, എന്റെ കിങ്ഡം ഇവിടെ ആയിരുന്നെങ്കിൽ എന്റെ ചേവകർ വാളെടുത്ത് പോരാടിയേനെ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ പ്രത്യാശ നഷ്ടപ്പെട്ടവനാണ് വാളെടുക്കുന്നത്.
മറ്റൊരു കാര്യം നോക്കിക്കോട്ടെ, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം എടുക്കും. അതും കർത്താവ് പറഞ്ഞൊരു ഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 24. അവിടെ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മാത്യു ചാപ്റ്റർ 24 അതിന്റെ 48 തൊട്ടുള്ള വാക്യം, 48 തൊട്ടുള്ള വാക്യം. അവിടെ കർത്താവ് പറഞ്ഞു, എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ ഒരുവൻ താമസിക്കുന്നെന്ന് ഹൃദയത്തിൽ പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോടെ തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികൾ യജമാനം എന്നവനെ ദണ്ഡിപ്പിക്കും. യജമാനൻ വരുവാൻ താമസിക്കുന്നെന്ന് ഹൃദയത്തിൽ പറയുക. അവരുടെ ഹൃദയത്തിന്റെ അന്തരത്തിലെ വിശ്വാസം കർത്താവ് ഇപ്പോഴൊന്നും വരത്തില്ല, എന്നിട്ട് വഴക്കുണ്ടാക്കുക. ഒരു ഭാഗം കൂടെ എന്റെ മനസ്സിലുണ്ട്, ഞാൻ എടുക്കുന്നില്ല. പുറപ്പാട് 32:1 നിങ്ങൾ നോക്കിയാൽ ഈ കാളക്കുട്ടി ഉണ്ടാക്കിയപ്പോഴാ മോശ പർവ്വതത്തിൽ നിന്ന് വരുവാൻ താമസിക്കുന്നെന്ന് കണ്ടപ്പോ. ഞാനിത് വായിക്കുമ്പോഴൊക്കെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, വാളെടുക്കുന്നവർ പ്രത്യാശയില്ലാത്തവരാണ്, വടക്ക് പിടിക്കുന്നവർ കർത്താവ് വരാൻ താമസിക്കുന്നെന്ന് അറിയുന്നവരാണ്. യേശുക്രിസ്തുവിന്റെ വരവെന്നുള്ള വിഷയം, ഇറ്റ് ഈസ് എ മോട്ടീവ് ടു ഹെൽപ്പ് us to live a godly life in this world. ലേവ്യ പുസ്തകം 25-ാം അധ്യായം എടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ് ലേവ്യ പുസ്തകം. ആ പുസ്തകം മുഴുവൻ പഠിക്കാനും ആ പുസ്തകം മുഴുവൻ ക്ലാസ് എടുക്കാനും എനിക്ക് കഴിയും. എന്നാൽ ഞാൻ ഒരു വാക്യം അതിൽ നിന്ന് എടുക്കുകയാണ്, എനിക്കതങ്ങ് വിശദീകരിക്കണമെന്ന് മനസ്സിലുണ്ട്. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ വരുമ്പോൾ ദേശത്തോടുള്ള ബന്ധത്തിൽ, ഭൂമിയുള്ള ബന്ധത്തിൽ ദൈവം അവർക്ക് പ്രമാണങ്ങൾ കൊടുക്കുക. നമ്മളൊക്കെ ഭൂമി വസ്തു വയ്ക്കുമ്പോൾ ഗവൺമെന്റ് ലോ ഉണ്ട്, അതുപോലെ യഹൂദന് ഒരു ലോ ഉണ്ടായിരുന്നു. അതില് ഒരു ലോ എന്ന് കാണിക്കാം. 25-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നോക്കിയാട്ടെ. 25-ന്റെ 16-ാം വാക്യം, സംവത്സരങ്ങൾ ഏറിയിരുന്നാൽ വില ഉയർത്തണം, സംവത്സരങ്ങൾ കുറഞ്ഞിരുന്നാൽ വില താഴ്ത്തണം. അതായത് ഭൂമിയുടെ വില നിശ്ചയിക്കുന്നത് യോവേൽ സംവത്സരത്തെ ആസ്പദമാക്കിയ ജൂബിലി ഇയർ. എന്താ അതിന്റെ കാരണം? ജൂബിലി ഇയർ, എവറി 50th ഇയർ നിങ്ങൾ വസ്തു വിറ്റോട്ടെ, നിങ്ങൾ കടക്കാരനായി വസ്തു വിറ്റോട്ടെ, ആ വസ്തു 50ാമത്തെ വർഷത്തിന്റെ പേരാ ജൂബിലി ഇയർ. ജൂബിലി ഇയർ അതിന്റെ ഒറിജിനൽ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം. അപ്പം ഈ വസ്തുവിന്റെ വില നിശ്ചയിക്കുന്നത് ജൂബിലി വർഷം ഇനി എത്ര ഉണ്ട്. ഉദാഹരണമായിട്ട് ഇനി ജൂബിലിയുടെ കാഹളം ധ്വനിക്കാൻ 2 വർഷം കൂടെ ഉള്ളൂ. ഭൂമിക്ക് എന്നോ വിലയുണ്ട്, 2 വർഷത്തിന്റെ വിളവിന് വിലയുണ്ട്. ഭൂമി വിൽക്കുമ്പോൾ ഇനി യോവേൽ സംവത്സരത്തിന് 40 വർഷമുണ്ട്, 40 വിളവെടുക്കാനുള്ള സമയമുണ്ട്. 40 വർഷത്തിന്റെ ആ വില കൂടിയിരിക്കും. ഞാൻ ചോദിച്ചോട്ടെ, കർത്താവ് ഇന്ന് വരികയാണെങ്കിൽ ഇതൊക്കെ ഇവിടെ ഇട്ടേച്ചു പോവുകയല്ലേ? ഭൂമിയുടെ വിലയൊക്കെ താഴ്ന്നു പോകും. ഇവിടെ പോരാട്ടങ്ങൾ നടത്തത്തില്ല. 1-ാം നൂറ്റാണ്ടിന്റെ സഭ അവർക്ക് വിറ്റുകൊടുക്കുന്നതിനും അവർ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും സ്വന്തം സഹോദരന്മാരെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും ഒക്കെ അവർക്ക് സാധിച്ചെന്താണ്? അവർക്ക് യാതൊരു മടിയുമില്ലാതെ അവർ അന്യോന്യം സ്നേഹിക്കുവാനും സ്വന്തം പോലെ കരുതുവാനും അവരെന്തിനു സാധിച്ചു? കാരണം അവർക്കറിയാം അവരുടെ കർത്താവ് എപ്പം വേണേലും വരും. ഇതൊക്കെ ഇട്ടിട്ട് പോകും. എന്റെ സഹോദരന്മാരെ, സഭാ ഹിസ്റ്ററിയിൽ വന്ന മാറ്റം കണ്ടോ? ഈ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. AD 312 കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി മാറിയ ശേഷം സഭ കുറേശ്ശെ ആ പ്രത്യാശയ്ക്ക് ഭംഗം വന്ന് മറ്റു മനുഷ്യരെ പോലെയായി. നമ്മൾ ഓർച്ചതുപോലെ ഈ ഭൂമിയില് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്നവരായി സഭ തീർന്നു. ലവോദിക്ക കേരളമായപ്പോഴത്തേക്ക് ഇതിന്റെ പ്രത്യാശയ്ക്കെല്ലാം പോയി. ശീതമാനുമല്ല, ഉഷ്ണമാനുമല്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പോയി, ഞാൻ വിദേശത്തൊക്കെ പോയിട്ടുണ്ട്, അവിടെയൊക്കെ ശുശ്രൂഷിക്കാൻ പോയിട്ടുണ്ട്. അവരുടെ സ്ട്രീറ്റിലൂടെ നടന്ന് ഞാനിപ്പോ പ്രസംഗിക്കുകയോ പറയുകയോ ചെയ്യുക, യേശുക്രിസ്തു വേഗം വരുമെന്ന് പറഞ്ഞാൽ അവർ പറയും എനിക്ക് മാനസിക പ്രശ്നമാണ്. അവർ എന്നെ പരിഹസിക്കും. ക്രിസ്തു മടങ്ങി വരുന്നെന്ന് പറഞ്ഞാൽ പരിഹസിക്കും. പക്ഷേ ഞാൻ 3 ഭാഗം എടുത്ത് പറഞ്ഞോട്ടെ, എന്തിനാ നമ്മളെ വീണ്ടും ജനിപ്പിച്ച്? 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 3 തൊട്ടുള്ള വാക്യം, ജീവനുള്ള പ്രത്യാശയ്ക്കായി നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. വി ആർ ബിഗോട്ടൻ ഫോർ എ ലിവിംഗ് ഹോപ്പ്. 2, ദൈവജനം എന്തിനാ തന്നത്?
എന്തിനാ ഈ മീറ്റിംഗ് നടക്കുന്നത്? എന്തിനാ ദൈവവചനം തന്നത്? റോമലേഖനം 15-ാം അധ്യായം എടുത്താട്ടെ, റോമർ 15:4. എന്നാൽ മുന്നെഴുതിയിരിക്കുന്ന ഒക്കെയും നമുക്ക് ഉപദേശത്തിനായിട്ടും നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. ഈ തിരുവചനം നോക്കിയേ, പ്രത്യാശ ഉണ്ടാകേണ്ടതിന് എഴുതിയിരിക്കുന്നു. അതിന്റെ 13-ാം വാക്യം നോക്കിയേ, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. തിരുവചനം തന്നത് എന്തിനാണ്? പ്രത്യാശ ഉളവാകുവാൻ. വേണ്ട, ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുന്നത് എന്തിനാ? 5-ാം അധ്യായം എടുത്താട്ടെ, റോമലേഖനം 5-ാം അധ്യായം. റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നോക്കിയാട്ടെ. എന്തിനാണ് ഇവിടെ കഷ്ടം തരുന്നത്? റോമർ 5-ന്റെ 2-ാം വാക്യം, 3 മലയാളം. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളും പ്രശംസിക്കുന്നു. ഈ കഷ്ടത പ്രത്യാശ ഉളവാക്കുന്നു. ഈ പ്രൊഡ്യൂസസ് ഹോപ്പ്. വചനം എന്തിനു തന്നു? പ്രത്യാശ ഉളവാക്കുന്നു. കഷ്ടത എന്തിനു വരുന്നു? പ്രത്യാശ ഉളവാകുന്നു. നമ്മളെ എന്തിനു വേണ്ടി ജനിപ്പിച്ചു? ജീവനുള്ള പ്രത്യാശയ്ക്കായി. Why you are different from others? Because of hope. പ്രത്യാശയാണ് എന്നെ വിഭിന്നമാക്കി മാറ്റുന്നത്. ഇമിനൻസ് ഓഫ് ലോർഡ്സ് കമ്മിങ്. യേശു ക്രിസ്തു എന്നും വരുമെന്നുള്ള ആ ചിന്ത നമ്മളെ ഭരിച്ചാൽ, ഞാന് മറ്റൊന്നും കൊണ്ടല്ല പറയുന്നത്, എന്നോട് ക്ഷമിക്കണം. 22 വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. നല്ല യൗവനക്കാരൻ, ചോരത്തിളപ്പുള്ള പ്രായം. പക്ഷേ രക്ഷിക്കപ്പെട്ട നാളുകൾ തന്നെ യേശു ക്രിസ്തുവിന്റെ വരവെന്ന വിഷയം എന്റെ ഹരമായി മാറി. ഞാനിന്ന് പെർഫെക്റ്റായി വിശുദ്ധനായി ജീവിച്ചെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഈ ചെറുപ്പക്കാരനായി എന്നെ മുന്നോട്ട് നയിച്ചത്, എന്നെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിപ്പാൻ ഇടയാക്കിയതിന്റെ ഒരു കാരണം, ആൻഡ് ദ മെയിൻ കോസ്, കർത്താവിന്റെ 2-ാം വരവ് എന്നുള്ള വിഷയമാണ്. ഞാന് 2-3 പേരുടെ ജീവിതം ഒന്ന് എടുത്ത് കാണിച്ചോട്ടെ. ഓടിച്ചു പറയാം. ലൂക്കോസിന്റെ സുവിശേഷത്തെയും തന്നെ എടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം എടുത്താട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. അവിടെ 2-ാം അധ്യായത്തിലെ 25-ാം വാക്യം നോക്കിയാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം ആരെ കുറിച്ചായി പറയുന്നത്? ശിമിയോനെ കുറിച്ചാണ്. ശിമിയോൻ. 25-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യെരൂശലേമിൽ ശിമിയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. നോക്കുക, ആ മനുഷ്യൻ നീതിമാനായിരുന്നു. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. വെയിറ്റിംഗ് ഫോർ, he was waiting for the consolation of Israel. അവൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. മശിഹ മടങ്ങി വന്ന് ആശ്വാസം ഇസ്രായേലിന് ലഭിക്കും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ മനുഷ്യൻ നീതിമാനായി ജീവിച്ചു. The motivating force in his life was the consolation of the coming of the Mashiach. ആ മശിഹയുടെ വരവായിരുന്നു അവനെ പ്രേരിപ്പിച്ച വസ്തുത. മറ്റൊരാളെ എന്നെടുക്കാം, അതേ അധ്യായം തന്നെ. ഇത് രസകരമാണ്. നോക്കുക, ഒരു സഹോദരിയെ കുറിച്ചാണ് പറയുന്നത്. ഹന്ന എന്ന് പറയുന്ന സഹോദരി. അതിന്റെ 38-ാം വാക്യം നോക്കിയാണ്. 38-ാം വാക്യം. ആ നാഴികയിൽ അവളും അടുത്തു വന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരിക്കുന്ന എല്ലാവരെയും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. ഈ സ്ത്രീ, അന്ന എന്ന് പറയുന്ന സ്ത്രീ, യെരൂശലേമിന്റെ വീണ്ടെടുപ്പിന് കാത്തിരിക്കുന്നവരോട് ഈ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇംഗ്ലീഷിൽ വായിച്ചാൽ she was waiting for, and she spake to all that looked for the redemption of Jerusalem. മശിഹയുടെ വരവിനെ നോക്കിയിരിക്കുകയാണ്. ഇനിയും ഞാനിത് വായിച്ചപ്പോൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു. ഇവക്കിപ്പോ എന്തോ പ്രായമുണ്ടെന്നറിയാമോ? ഒന്ന് നോക്കിയാട്ടെ. അവിടെ തന്നെ 36-ാം വാക്യം നോക്കിയാട്ടെ. അശേഗോർത്തത്തിൽ ഫന്നുവേലിന്റെ മകളായ ഹന്ന എന്ന പ്രവാചക ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയായിരുന്നു. ഞാൻ ഓടിച്ചു പറയട്ടെ,
കന്യകാകാലം യഹൂദന്റെ ആ കാലത്തെ ഇതനുസരിച്ച് ഒരു 14 വയസ്സിലൊക്കെ വിവാഹം കഴിക്കും. അപ്പൊ കന്യാകാലം 14, ഭർത്താവിനോടുകൂടെ 7, വിധവയായിട്ട് 84. 14 അധികം 7 അധികം 84, 105 വയസ്സ്. അന്നേക്ക് എന്നോ പ്രായമുണ്ട്? 105 വയസ്സ്. 105 വയസ്സിലും അവൾ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം കർത്താവിനെ നോക്കിയിരുന്നു. ശിമിയോൻ യേശുക്രിസ്തുവിനെ നോക്കിയിരുന്നു, മശിയെ നോക്കിയിരുന്നു. അവൻ നീതിമാനായി ജീവിച്ചു. ഇനി മറ്റൊരാളെ കൂടെ ഞാൻ പറയാം. 23-ാം അധ്യായം നോക്കിയാട്ടെ. 23-ാം അധ്യായം അതിന്റെ 51-ാം വാക്യം നോക്കിയാട്ടെ. 23-ന്റെ 51-ാം വാക്യം നമുക്ക് 50 തൊട്ട് വായിക്കാം. അരമത്യ എന്നൊരു യഹൂദ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്ന യോസേഫ് എന്നൊരു മന്ത്രി അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കാൻ അനുകൂലമല്ല. അരിമത്യയിലെ യോസേഫ് യേശുക്രിസ്തുവിനെ ക്രൂശിക്കാനൊന്നും അവൻ കൂട്ടുനിന്നില്ല. അവനെ കുറിച്ച് എന്താ പറയുന്നത്? നല്ലവനും നീതിമാനും. അവന്റെ കാരണം എന്നാ? ദൈവരാജ്യത്തെ കാത്തിരുന്നവനാണ്. ഹി വാസ് ലുക്കിംഗ് ഫോർ ദ കിങ്ഡം. കർത്താവ് മടങ്ങി വന്ന് രാജ്യം സ്ഥാപിക്കും. ഈ 3 വ്യക്തിത്വം നോക്കിയേ. they were waiting and looking. ഇനി ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം. തീത്തോസ് ലേഖനം ഒന്ന് എടുത്താട്ടെ. ടൈറ്റസ് ചാപ്റ്റർ 2. ടൈറ്റസ് ചാപ്റ്റർ 2 അതിന്റെ 11-12 വാക്യം നോക്കിയാട്ടെ. സകല മനുഷ്യരും രക്ഷാകരമായി ദൈവം ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവം നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികളും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവത്തോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അവൻ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. സഹോദരന്മാരെ, ആ വാക്യം എനിക്ക് കുറെ സമയമെടുത്ത് പറയണമെന്നുണ്ട്. എന്താ ഇവിടെ പറയുന്നത്? യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ആ പ്രത്യക്ഷത കാത്തുകൊണ്ട് ഭക്തികളും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടെ ജീവിപ്പാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മളെ ഈ ലോകത്തിൽ ഡിസിപ്ലിൻ ചെയ്യുന്ന ചിന്ത, ഇറ്റ് ഈസ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. എന്റെ കർത്താവിന്റെ വരവ്. ഇവിടെ പൗലോസ് എഴുതി, അത് നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്ന ചിന്തയാണ്. ഭക്തികളും പ്രപഞ്ചമോഹം. എന്റെ മുന്നേ 2-3 മിനിറ്റേ ഉള്ളൂ. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ കർത്താവിനെ കാണാൻ ആഗ്രഹമുണ്ട്. ആരോടും ഒന്നും പറയണ്ട. ജസ്റ്റ് എക്സാമിൻ യുവർ സെൽഫ്. ഞാൻ നല്ല പോർപ്പൊരു ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എനിക്ക് നീതിയുടെ കിരീടം വെച്ചിരിക്കുകയാണ്. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവർക്ക്. ആമീൻ. കർത്താവേ വരണേ. നാം വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു നിർമ്മല കന്യകയാണ്. ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ കൂടെ വസിപ്പാൻ അവൾ കൊതിക്കുന്ന പോലെ. ഞാൻ പറയട്ടെ, കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ഭവനമൊരുക്കുകയാണ്. നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുകയാണ്. നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്. നമ്മെ അവന്റെ അടുക്കലിരുത്തുവാൻ. പിതാവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടില്ല. പിതാവേ, നീ എനിക്ക് തന്ന മഹത്വം അവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവർ എന്നോട് കൂടെ ഇരിക്കണം. യോഹന്നാൻ 17. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടില്ല. നീ എനിക്ക് തന്ന മഹത്വം അവർ കാണണം. ഒരു വിവാഹം കഴിഞ്ഞ, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയെ തന്റെ അടുക്കലിരുത്തി തന്റെ മഹത്വം കാണിപ്പാൻ കൊതിക്കുന്ന പോലെ ദൈവത്തിന്റെ പുത്രന്റെ മണവാട്ടി അവന്റെ വശത്തിരിക്കാൻ കൊതിക്കുമ്പോൾ എന്റെ ആഗ്രഹം എന്താണ്? എന്റെ ആശ എന്താണ്? പൗലോസോട് പറഞ്ഞ പോലെ അവന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരുന്നുകൊണ്ട് ഈ പ്രപഞ്ചമോഹങ്ങളും ഈ ലോകത്തിന്റെ മോഹങ്ങളും ഒക്കെ വർജിച്ച് സുബോധത്തോടെ ജീവിപ്പാൻ ദൈവം സഹായിക്കുന്നു. 1-ാം നൂറ്റാണ്ടിന്റെ സഭ, അവരുടെ ചരിത്രം നമ്മിൽ നിന്ന് വിഭിന്നമായതിന്റെ കാരണം അവർ വിശ്വസിച്ചു അവരുടെ കർത്താവ് എപ്പം വേണമെങ്കിലും വരും. ഞാൻ നിർത്തുമ്പോൾ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ. നമ്മുടെ കർത്താവ് ഏത് നിമിഷവും വരും. പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രം ഒരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവിന്റെ വരവിന്റെ മാറ്റൊലി നമ്മൾ കേൾക്കുന്നു. ഏത് സമയവും അവൻ വന്ന് നമ്മെ അവന്റെ അടുക്കൽ ചേർക്കും. നമുക്ക് ഉണരാം. ഈ കർത്താവിന് വേണ്ടി കാത്തിരിക്കാം. നാം വ്യത്യസ്തരായി തീരട്ടെ. നാം 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ ജീവിച്ച പോലെ കർത്താവിന് വേണ്ടി കാത്തിരുന്ന് ജീവിക്കാം. മാറാനാഥ,
അവൻ നമ്മളെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട ജോൺ ബി സാറിൽ കൂടി നമുക്ക് വളരെയധികം അനുഗ്രഹപ്പെട്ടൊരു ദൂത് ലഭിപ്പാൻ തക്ക ഇടയാക്കി. കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് വളരെ സമയം കുറവായിരുന്നെങ്കിൽ തന്നെയും സംസാരിപ്പാൻ തക്കവണ്ണം, സമയത്തിന്റെ പരിമിതിക്കാതെ സംസാരിപ്പാൻ തക്കവണ്ണം ദേവദാസനെ എടുത്ത് ഉപയോഗിച്ചുള്ള നമുക്ക് ദേവദാസനോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതലായി നമുക്ക് ദേവദാസത്തിൽ കൂടി അവിടുത്തെ വിലയേറിയ വാനകൾ ശ്രമിപ്പാൻ തക്കവണ്ണം ഇനിയും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മളിന്ന് കേട്ടത് പ്രത്യാശയുള്ളവരായിട്ട് തന്റെ കർത്താവിന്റെ രണ്ടാം വരവിനായിട്ട് ഒരുങ്ങിക്കൊണ്ട് നമുക്ക് ആദ്യ നൂറ്റാണ്ടിലെ ആ വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. നീതിമാന്മാരായി ജീവിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാവുന്നവരായിട്ട് അതിനുവേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം നമ്മൾ എല്ലാവരെയും എടുത്ത് ഉപയോഗിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് നമുക്ക് മെസ്സേജ് തരുവാൻ തക്കവണ്ണം ബലപ്പെടുത്തിയ ദൈവത്തെ ഓർത്ത് ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഈ മീറ്റിംഗ് ഒക്കെ അനുഗ്രഹമായി തീരുവാൻ അവിടെ ഇടയാക്കി. അല്പം ടെക്നിക്കലിന്റെ പ്രോബ്ലം കൊണ്ട് ഇടയ്ക്ക് പാട്ട് നമുക്ക് അതിന്റെ രീതിയിൽ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. അതോർത്ത് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. തുടർന്ന് അതുപോലെ സാറിനെ പ്രകാരം നമുക്ക് ലഭിച്ചതിനാൽ നന്ദിയോട് സ്തോത്രം. സാറിനെ ഓർത്ത് സാറിനെ ഈ മീറ്റിംഗിന്റെ നാമത്തിൽ എല്ലാവിധമായ നന്ദിയും ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. തുടർന്ന് നമ്മുടെ ഓപ്പണിംഗ് പ്രയർ നടത്തുവാൻ തക്കവണ്ണം പ്രിയ അച്ഛനെ അവിടുന്ന് ബലപ്പെടുത്തി. അച്ഛന് ശാരീരിക സുഖം ഇല്ലാതെ ആയിരിക്കുകയാണ്. അച്ഛനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. അച്ഛനെ ഓർത്ത് ഞാൻ നന്ദി കയറിയിട്ടുന്നു. നമ്മുടെ ക്ലോസിംഗ് പ്രയറിനായിട്ട് നമുക്ക് കുരുവിള അച്ഛനെ ലഭിച്ചിട്ടുണ്ട്. അച്ഛനെയും ഈ പ്രയറിന്റെ നാമത്തില് ഞാൻ നന്ദി കയറിയിട്ടുകൊള്ളുന്നു. തുടർന്ന് ഇതിനകത്ത് സഹകരിച്ച എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പാട്ടുകൾ ക്രമീകരിപ്പാന്, അതുപോലെ തന്നെ ബൈബിൾ വായിക്കുവാന്, മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുവാന് ഒക്കെ സഹായിച്ച് ഇതിന്റെ ടെക്നിക്കൽ ടീമിലുള്ളവരെയും എല്ലാവരെയും ഓർത്ത് ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സമയം ഇവിടെ നിർത്തുന്നു. അപ്പോൾ തുടർന്ന് കുരുവിളച്ചൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവ സന്നിധിയിൽ ഏകാഗ്രമാക്കാം. ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പ്രഭാതവേളയിലും ഇനി കേരളത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളില് ഈവനിങ്ങിലും ദൈവസന്നിധിയിലായിരുന്ന എല്ലാ ദൈവമക്കൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. കർത്താവിന്റെ വിലയേറിയ ദാസൻ ജോൺ ബി തോമസിലൂടെ ഈ സമയം വളരെ വ്യക്തമായ ഒരു ദൂത് ക്രിസ്തീയ സഭയ്ക്ക് ലഭിക്കാനിടയായി തീർന്നല്ലോ. ഇന്ന് പല സഭകളിലും പല ശുശ്രൂഷ രംഗങ്ങളിലും അവസാനിപ്പിച്ചിരിക്കുന്നതായ ഒരു വിഷയമാണ് കർത്താവിന്റെ വീണ്ടും വരവെന്നുള്ളത്. ആ പ്രത്യാശ നഷ്ടപ്പെട്ടവരായി ജീവിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും വിശ്വാസത്തിന്റെ കുറവിനും സഭ ഇരയായിത്തീരുന്നുവെന്ന് വിലയേറിയ ദാസിലൂടെ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ വളരെ വ്യക്തമായി കേൾപ്പിച്ചല്ലോ. ഈ ദൈവവചനത്തിനു മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞിട്ട് പോയി, ഞാൻ പോയതുപോലെ വീണ്ടും വരും, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ നാളുകളിൽ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ നമ്മെ ഉണർത്തിക്കൊണ്ട് ആ വലിയ പ്രത്യാശയ്ക്കായി നോക്കി പാർക്കുവാൻ, ഈ ലോകത്തിലുള്ളതിന് വേണ്ടിയല്ല, പിന്നെയോ സ്വർഗീയ പ്രത്യാശയെ നിറയപ്പെട്ടവരായി മുൻപോട്ട് ജീവിപ്പാൻ ദൈവവരങ്ങൾ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. മഹത്വത്തിന്റെ പ്രത്യാശയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ സമയത്തിനായി നന്ദിയോട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇവാഞ്ചലിക്കൽ വോയിസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായിട്ടുള്ള ഈ പ്രയർ മീറ്റിംഗില് ഇന്ന് കടന്നു വന്ന് സംബന്ധിച്ച എല്ലാ നിന്റെ മക്കളെയും നീ ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും വിശ്വാസികൾക്ക് വേണ്ടിയും അവരുടെ വിവിധ പ്രശ്നങ്ങൾക്ക് വേണ്ടിയും ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനായി ക്രമീകരിച്ചിരിക്കുന്നതായ ഈ കൂടിവരവിനെ നീ ഇത്രത്തോളം അനുഗ്രഹിച്ചതോർത്ത് നന്ദിയോട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവെ, ഇതിൽ സംബന്ധിച്ച് എല്ലാ നിന്റെ മക്കളെയും നീ ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രത്യേക ആവശ്യങ്ങൾ നീ മാറാത്ത സഖിയായി കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി വിടുവിച്ച് അവിടുന്ന് വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന
ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നീ രോഗികൾക്ക് നല്ല വൈദ്യനും രോഗം നീക്കുന്ന മരുന്നുമാണ്. കർത്താവെ, നിന്റെ ആണിപ്പെടുന്നുള്ള കരം തൊട്ട് പൂർണ്ണമായ വിടുതൽ അവർക്കൊക്കെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ ചെറിയാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അച്ഛന്റെ ശാരീരികമായ ക്ഷീണങ്ങളൊക്കെ നീ അറിയുന്നല്ലോ. കർത്താവെ, നീ നിന്റെ ദാസനോട് ഇടപെടുകയും നീ ശക്തീകരിക്കുകയും നീ ബലപ്പെടുത്തുകയും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവെ, ഞങ്ങൾക്ക് വിലയേറിയ ദൂത് നൽകിയ കർത്താവിന്റെ വിലയേറിയ ദാസൻ ജോൺ പി തോമസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ ഈ നാളുകളിൽ നീ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് നന്ദിയോട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭയും ഇന്നത്തെ സഭയും തമ്മിലുള്ള അന്തരത്തെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ദാസന്റെ ഉള്ളിൽ ഇടപെട്ട് വളരെ വ്യക്തമായും ശക്തമായും ഇന്ന് പകൽക്കാലം കർത്താവെ സംസാരിപ്പാൻ നിന്റെ മകന് നീ കൊടുത്ത പ്രത്യേക കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്തുവോ അത് ഞങ്ങളിലൂടെ പ്രതിഫലിക്കുമെന്നോ നിന്റെ ദാസൻ ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി ആത്മ നിറവോടുകൂടെ ഞങ്ങളെ ഓർപ്പിച്ചല്ലോ. കർത്താവെ, ഞങ്ങൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? ഞങ്ങളുടെ പൗരത്വം എവിടെയാണ്? ഞങ്ങൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കണം? ഞങ്ങൾ എന്തിനു വേണ്ടി നിലകൊള്ളണമെന്നുള്ളതോ വളരെ വ്യക്തമായിട്ടോ ഇന്ന് പകൽക്കാലം ഞങ്ങളെ നീ കേൾപ്പിച്ചതോർത്ത് നന്ദിയോട് സ്തോത്രം. കർത്താവെ, അതുകൊണ്ട് നിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയിൽ നിറയപ്പെട്ടവരായി ഈ നാളുകളിൽ മുൻപോട്ട് ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ നിന്റെ കരങ്ങളിലേക്ക് വെക്കുകയാണ്. അതിന് നേതൃത്വത്തിന്റെ കരങ്ങളിൽ വെക്കുന്നു. എല്ലാ സഭകളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർക്കായി നന്ദിയോട് സ്തോത്രം. അവരെയൊക്കെ ജീവിതത്തിൽ കർത്താവെ, നിന്റെ രാജ്യത്തിന് വേണ്ടി ആളുകളെ ഒരുക്കിയെടുക്കുവാൻ നീ പ്രത്യേക കൃപയോടുകൂടെ ഈ നാളുകളിൽ ഓരോ സ്ഥാനങ്ങളിലും നിന്റെ മക്കളെയൊക്കെ അവിടുന്ന് നിർത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ മണ്ണിനും മണ്ണാങ്കട്ടയ്ക്കും വേണ്ടിയല്ല, ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗീയ രാജ്യമുണ്ടോ? ആ സ്വർഗീയ പൗരത്വമുള്ളവരാണ് ഞങ്ങൾ. അവിടെ ഞങ്ങൾ പ്രവേശിക്കണമെങ്കിൽ കർത്താവെ, ആ പ്രത്യാശയിൽ നിറയപ്പെട്ടവരായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ആ പ്രത്യാശയിൽ ജീവിച്ചതായ വന്യവയോധികരെ കുറിച്ചോ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വളരെ വ്യക്തമായി കേൾക്കുവാനിടയായി തീർന്നല്ലോ. ആ പ്രത്യാശയാൽ ഞങ്ങളെയും ഈ നാളുകളിൽ അവിടുന്ന് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇവാഞ്ചലിക്കൽ വോയിസിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന എല്ലാ നിന്റെ മക്കളെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നു പോകാതെ പ്രത്യാശയിൽ നിറയപ്പെട്ടവരായി തുടർന്നും ധൈര്യത്തോടും പ്രത്യാശയോടും കൂടെ മുന്നേറുവാൻ മനുഷ്യ മുഖങ്ങളിലേക്ക് നോക്കിക്കൊണ്ടോ നിരാശപ്പെടുന്നവരായിട്ടല്ല, എബ്രായ ലേഖന കർത്താവ് പറയുന്ന പോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതുമായ യേശുവിനെ നോക്കിക്കൊണ്ടോ ഞങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഈ നാളുകളിൽ നീ സഹായിക്കുമാറാകണമെന്നോ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവും പ്രിയ രക്ഷിതാവുമാകുന്ന യേശു മിശിഹായുടെ കൃപകളും വാഴ്വുകളും അനുഗ്രഹങ്ങളും നാം എല്ലാവരോടും, പ്രത്യേകാൽ ഇന്ന് നമ്മളോട് ദൈവവചനം സംസാരിച്ച കർത്തദാസനോടും തന്റെ മകന്റെ എല്ലാ ശുശ്രൂഷകളോടുകൂടെയും ഇപ്പോഴും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി കടന്നു വന്ന ഏവർക്കും വിശേഷമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രത്യേകിച്ച് സാറിനോടുള്ള അധീവമായ നന്ദിയും ഈ സമയം രേഖപ്പെടുത്തുന്നു. എന്റെ മേൽ പ്രവർത്തിച്ച പ്രത്യേക ടെക്നിക്കൽ ടീം, പ്രാർത്ഥനയിലും മറ്റു സഹകരിച്ചോ എല്ലാവരോടും ഇതിൽ പങ്കെടുത്ത ഏവരോടും കൂടി അറിയിച്ചുള്ളൂ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you for everyone, especially for John B. Thomas. സാറിന്റെ പ്രസംഗം ഞാൻ കൺവെൻഷനിൽ കേട്ടു, വീണ്ടും കേൾക്കാനിടയായി തീർന്നതിൽ ദൈവത്തെ മഹത്വപ്പെടും. സാറേ, അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വെൽക്കം. വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ആയിരുന്നു സാറേ, നന്ദി. തുടർന്നും പ്രകാരം മീറ്റിങ്ങുകളൊക്കെയും ഞങ്ങളെ സഹായിക്കണം. സാറിന്റെ മൈക്ക് മ്യൂട്ടാണ്. ഓക്കെ.